224 സ്നേഹത്തിലേക്ക് എല്ലാവരും ഒറ്റ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർഗദർശിയെക്കുറിച്ചാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അപ്പോൾ പ്രാർത്ഥനകാലം ആലപിക്കുന്നതിന് വേണ്ടി ജേസനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എത്രയും ദയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നെഞ്ചരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ, ശരണം ഗമിപ്പോ നിന്ത്രിപ്പാദത്തിൽ കരുണതന്യമ്മേ. ശരണം ഗമിപ്പോ നിന്ത്രിപ്പാദത്തിൽ കരുണതന്യകുടമാകുമമ്മേ. കനിവോടി ഇവരെ നീ കാക്കണമേ, കൺമുഖമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നെടുവീർപ്പും കണ്ണീരും കൈമുതലാൽ അലയുമീ പാവികൾ തനരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതലാൽ അലയുമീ പാവികൾ തനരല്ലോ. അളവില്ല നിന്റെ വായ്പിരിത അഭയത്തിനണയുന്നു സാധുശീലർ. എത്രയും ദയയുള്ള മാതാവേ, അവതാരം ചെയ്തൊരു വചനത്തിന്റെ അമേലയാമം പൂർണ്ണി. അവതാരം ചെയ്തൊരു വചനത്തിന്റെ അമേലയാമം പൂർണ്ണി. അവനിലെ സുതരുടെ യാചനകൾ അലിവോടെ കേട്ടു നീ അഭയമേകും. എത്രയും ദയയുള്ള മാതാവേ, സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നെഞ്ചരത്തോടെ അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. താങ്ക് യു ചേച്ചി, താങ്ക് യു. വളരെ മനോഹരമായ പ്രാർത്ഥന ആലപിച്ചു. താങ്ക് യു. അടുത്ത സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജേസൺ കൊലോട്ടിയെ വെൽക്കം ചെയ്യുന്നു. ജേസൺ ചേട്ടാ, വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ചകളിൽ 1:30 നടത്തപ്പെടുന്ന സ്നേഹ സംഗമത്തിന്റെ 224 സ്നേഹ സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. പ്രിയരെ, ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറും നമ്മുടെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഈ സ്നേഹ സംഘം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന വികാർ മാർ മാറീസ് ലീഗ കൽദായ സുറിയാനി പള്ളി കുരിയച്ചിറ തൃശൂർ റവറൻ ഫാദർ ഡെന്നി ജോൺ തലോകാരൻ അച്ഛനെ ബഹുമാനത്തോടെ അതോടൊപ്പം തന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒട്ടേറെ വിശേഷണങ്ങളുള്ള, അതായത് BE മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇന്ത്യയിലും വിദേശത്തും പെർഫെക്റ്റ് സ്റ്റാർട്ട് എഡ്യൂക്കേഷണൽ സൊല്യൂഷൻ്റെയും മാനേജിംഗ് ഡയറക്ടർ, EH അക്കാഡമി ആൻഡ് എഞ്ചിനീയേഴ്സ് ഹൗസിൻ്റെ ഡയറക്ടർ, ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റും കൗൺസിലറും ആയ ശ്രീ ജോൺ ഡേവിസ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന കണ്ണൂർ ജില്ലാ വേണാട് ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ ശ്രീ സുധാകരൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഒട്ടേറെ കഴിവുകളുള്ള
ഗ്ലോറിയ ഗ്രൂപ്പിന്റെ കണ്ണിലുണ്ണി എന്ന് വിശേഷിപ്പിക്കാവുന്ന കുമാരി രതി ബാലൻ പുത്തൂരിനെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി എത്തിയിരിക്കുന്ന ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ, PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അവതാരകനായി എത്തിയിരിക്കുന്ന ശ്രീ ലിജോ കോഴിക്കോടിനെയും പ്രാർത്ഥനാകാലം ആലപിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീമതി ജെസി ജെയ്സനെയും നന്ദി പറയാൻ എത്തിയിരിക്കുന്ന കുമാരി ഉമ്മു പൂനമുച്ചിയെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ മഹത്വവും ഈശോയ്ക്ക് നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ജെസി ചേട്ടാ. എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ജെസി ചേട്ടൻ സ്വാഗതം ചെയ്തു. താങ്ക് യു. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിച്ച് ഗ്രൂപ്പിലെ പരിചയപ്പെടുന്നതിന് വേണ്ടി ശ്രീ ജോസ് കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോസ് ചേട്ടാ, വെൽക്കം ശ്രീ. ഓക്കെ കേൾക്കാലോ കേൾക്കാം. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തുന്നത് ദർശന ഗ്രൂപ്പിന്റെ മാർഗദർശി എന്ന ഗ്രൂപ്പാണ്. അടുത്ത ആഴ്ച നടത്തേണ്ടത് ദർശന ഗ്രൂപ്പിന്റെ മീഡിയ ഗ്രൂപ്പാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത് ലില്ലി പുതുക്കാട്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിത ശിങ്കാരിമഴ ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സിമ്മിന്റെ കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ഉയരം കുറഞ്ഞവരും ചലനപരിമിതമായിട്ടുള്ള 430 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസന പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു.
ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടേതായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. റിപ്പോർട്ട്. പ്രിയം നിറഞ്ഞവരെ, 27/9/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് പ്രസിഡന്റ് സാജു മണ്ണത്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 223ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന ഗ്ലോറിയ ഗ്രൂപ്പാണ്. അവതരണം കുമാരി CP വർഗീസ് കോന്നി. പ്രാർത്ഥന കുമാരി റീന MM വടകര. സ്വാഗതം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. ഗ്രൂപ്പുകൾ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടെ. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ സോളമനച്ചന് യാത്രയിലാണ്, അച്ഛന്റെ അഭാവത്തിലാണ് ഞാൻ കയറിയത്. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റുള്ളവർക്കും സ്വാഗതവും നന്ദിയും. നാം വിജയിക്കണമെങ്കിൽ പരിശ്രമിക്കണം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് മാർത്തോമ സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ, റിട്ടയർഡ് അധ്യാപകൻ, എഴുത്തുകാരൻ, ബൈബിൾ ധ്യാന പ്രസംഗകൻ, പരിഭാഷകനുമായ റവറൻഡ് ഫാദർ AT സക്കറിയ അച്ഛനായിരുന്നു. ദർശന ക്ലബിന്റെ യോഗ അധ്യക്ഷൻ മറ്റു വിശിഷ്ട വ്യക്തികൾക്കും ദർശനയുടെ ചുമതലക്കാർക്കും മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്കും സ്നേഹവന്ദനം. സിബിയാണ് എന്നെ വിളിച്ചത്. സിബിയുടെ പിതാവിന്റെ സഹോദരനാണ് ഞാൻ. ഈ മീറ്റിംഗിൽ കയറാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ സിബി വീൽ ചെയറിൽ പറന്നു നടക്കുന്നു. റിപ്പോർട്ട് കേട്ടപ്പോൾ വളരെ അത്ഭുതവും അതിലേറെ സന്തോഷവും തോന്നി. മനസ്സിനെ മുരടിപ്പിക്കാതെ ജീവിക്കാൻ സാധിക്കട്ടെ. സ്നേഹസംഗമത്തിൽ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് പത്തനംതിട്ട ജില്ലയിലെ അരുവാപുരം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പർ ശ്രീമതി മിനി രാജീവ് മാഡമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ വിളിച്ചത് സിബിയാണ്. സിബി ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിൽ സജീവ പ്രവർത്തകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നെ വിളിച്ച സിബി ചേച്ചിക്കും ഭാരവാഹികളോടും നന്ദികളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മനോഹരമായ ഒരു ഭക്തിഗാനം ആലപിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. നന്ദി, നമസ്കാരം. ആശംസ പറഞ്ഞത് ദർശന ഗ്ലോറിയ ഗ്രൂപ്പ് മെമ്പർ ശ്രീ റഷീദ് കുഞ്ഞുട്ടി വയനാടാണ്. 223ാം സ്നേഹസംഗമത്തിൽ ആശംസ പറയാൻ വിളിച്ചതിന് ഭാരവാഹികളോട് ആദ്യമേ നന്ദി പറയുന്നു. സോളമച്ചൻ എത്തിയില്ലെങ്കിലും സ്നേഹത്തോടെ ആശംസ പറയുന്നു. എല്ലാവരും പലതരത്തിൽ അംഗവൈകല്യമുള്ളവരാണ്. ദർശന ക്ലബിന്റെ പ്രവർത്തനം എത്ര പറഞ്ഞാലും തീരില്ല, മതി വരില്ല. സിബിയാണ് എന്നെ വിളിച്ചത്. ആശംസ പറയാൻ വിളിച്ചത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി ആനി വർഗി, തെക്കൻ താണിശ്ശേരി. യോഗം അവസാനിച്ചു. മുടങ്ങാതെ വന്നവരിൽ നിന്ന് നറുക്കെടുത്ത് 10 വിജയികളെ തെരഞ്ഞെടുത്തു. റഷീദ് വയനാട്, ലിസി വർഗീസ്, ലീന നാട്ടിക, ശ്രീവിദ്യ, വത്സമ്മ, ക്ലാര, ഡെയ്സി, ലില്യാറ്റത്ര, ഐവിൻ ജോസ് കൊരട്ടി. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് പാസ്സാക്കുമല്ലേ? നമുക്ക് പാസ്സാക്കാം. നമ്മുടെ അച്ഛൻ കയറിയിട്ടില്ലേ? പാസ്സാക്കാം. താങ്ക് യു ജോസേട്ടാ. വളരെ മനോഹരമായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അറിയിച്ചു ജോസേട്ടന്. താങ്ക് യു. അടുത്ത ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഫാദർ ഡെന്നി ജോൺ തലേക്കാരൻ, മാസ്ലീക കൽതായ സുറിയാനി പള്ളി, കുരിച്ചിറ, തൃശൂർ. അച്ഛാ, പറ്റുന്ന സ്ക്രീൻ. നമസ്കാരം. ഓഡിബിൾ അല്ലേ? അതെ. ഓക്കെ. വീഡിയോ കോള്. ശരി. ഏറ്റവും സ്നേഹം നിറഞ്ഞ സോളമൻ അച്ഛൻ, അതുപോലെ എന്നെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ച വ്യൂസ്, ഈ സംഗമത്തിൽ ഇപ്പോൾ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ധന്യവാദം. ദർശന സർവീസ് സൊസൈറ്റിയുടെ ആപ്തവാക്യം ഞാൻ വായിച്ചപ്പോൾ സത്യവേദ പുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25ാം അധ്യായത്തിലെ 40ാം വാക്യം ഞങ്ങളത് ആപ്തവാക്യമായി വെച്ചിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചെറിയവരിൽ ഏവർക്കും ചെയ്യുന്ന ചെറിയ ഏതൊരു സഹായവും ദൈവസന്നിധി മഹത്തരമായി ആവുന്നുവെന്നും അത്
എനിക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്നതാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സത്യവചനം, അതാണ് ദർശന സൊസൈറ്റിയുടെ ആപ്തവാക്യം. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിന്റെ റിപ്പോർട്ട് കേട്ടപ്പോൾ അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കുകയുണ്ട്. ഈ വാരാന്ത്യത്തിൽ നടക്കുന്ന ഈ മീറ്റിങ്ങുകള് ഇത് ഏറ്റവും മനോഹരമായി ക്രോഡീകരിച്ച് നടത്തുന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കാരണം ഇതിന്റെ ഭാഗഭാക്കുകളാക്കുന്നവര് സമൂഹത്തിൽ തന്നെ ഭിന്നശേഷിക്കാർ എന്ന് പറയുമ്പോൾ, സ്പെഷ്യലി ഏബിൾഡ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, പണ്ട് നമ്മൾ ഉപയോഗിച്ച വാക്ക് എന്തായിരുന്നു നമ്മളൊന്ന് മനസ്സിൽ ഓർക്കേണ്ടത്. അതിനെ നമ്മൾ സാധാരണക്കാരിൽ നിന്ന് ഭിന്നരായി അവർക്ക് അവരുടെ കഴിവുകൾ ഉണ്ട് എന്നും സമൂഹം അത് സ്വീകരിക്കുന്നുവെന്നും അറിഞ്ഞുകൊണ്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈ സൊസൈറ്റി, അവർ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സോളമൻ അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അച്ഛൻ എന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അനിയന്റെ മകൾ ഇതിൽ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ആൽഷി. കൂടുതൽ അച്ഛനുമായിട്ട് സത്യത്തിൽ അച്ഛനെ കണ്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നുള്ളൂ എന്ന് മാത്രമേ എനിക്ക് അറിയില്ലേ. അച്ഛൻ തന്നെ അത് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ കഴിവുകൾ, സാധാരണയുള്ള മനുഷ്യരുടെ കഴിവുകൾ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഭിന്നമായ രീതിയിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു ദർശനം. ദർശനയുടെ ദർശനം അതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓരോ മനുഷ്യനും അവനവന്റേതായ ഒരു ദർശനം ഉണ്ടാകേണ്ടത്. ക്രിസ്തു അഥവാ നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഓരോ ജന്മമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമുക്കോരോ ദർശനങ്ങൾ നമ്മുടെ സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. ആ ദർശനത്തിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഒരുവന് പോലും ചെയ്യുന്ന ചെറിയൊരു സഹായം പോലും, അത് ഒരു കുമ്പിൽ വെള്ളം നൽകിയാൽ പോലും അതെനിക്ക് നൽകുന്ന വലിയൊരു സമർപ്പണമാണ് എന്ന് നമ്മുടെ ഗുരു നമ്മെ പഠിപ്പിച്ചത് അർത്ഥവത്താകുകയും, പ്രസംഗങ്ങൾക്ക് ഉപരിയാണ് പ്രവർത്തനങ്ങൾ. പ്രസംഗം എന്നതോ ഉപദേശം എന്നതോ അതിനേക്കാൾ ഉപരിയായി അവയെ പ്രാവർത്തികമാക്കുമ്പോൾ ഒരു സമൂഹത്തിന് തന്നെ അത് വളരെ അനുഗ്രഹപ്രദമായി തീരുന്നുണ്ടെങ്കിൽ അതാണ് ചേർത്തുവയ്ക്കൽ, അതാണ് കരുതൽ. ഈ കരുതലിലൂടെയാണ് ദർശന ഇന്ന് നിലനിന്നു പോകുന്നത്. ദർശനയുടെ ദർശനവും അത് തന്നെയാണ്. വിവിധമായ പല പരിപാടികളിലും നിങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ ന്യൂസ് ഞാൻ കാണുകയുണ്ടായി. നമ്മുടെ മക്കളെ ഏതെല്ലാം രീതിയിൽ അവരുടെ കഴിവുകൾ അനുസരിച്ച് ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ, അവരുടെ കരുതുന്നവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു കുടുംബമായി ആ കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് അവരെ സമൂഹത്തിന്റെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രാവർത്തികമാകുന്നിടത്ത് ക്രിസ്തു ചേർത്ത് വെച്ചത് മുഴുവൻ നല്ലൊരു ശതമാനവും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരെയോ ഒഴിഞ്ഞു നിന്നവരെയോ ഒക്കെ ആയി. ഇന്ന് ദർശനയും അതുപോലെയുള്ള പല സമൂഹങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ സുവിശേഷത്തെ പ്രാവർത്തികമാക്കുക തന്നെയാണ്. അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ദർശനം നമ്മൾ കണ്ടെത്തുന്നത്, അത് പൂർത്തീകരിക്കുന്നു. തോമസ് ആൽവ എഡിസനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 1000-1000-ലധികം കണ്ടുപിടുത്തങ്ങളുടെ പാറ്റന്റിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ചെറുപ്പത്തിൽ, ഒരുപക്ഷെ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് എന്ന്
ജസ്റ്റിസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നു. പിന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചതും അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തതും വളർത്തിക്കൊണ്ടുവന്നതും ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ അമ്മയാണ്. അദ്ദേഹം പോലും അത് മനസ്സിലാക്കുന്നത് അമ്മയുടെ മരണശേഷമാണ്. അപ്പോൾ കഴിവ് കുറഞ്ഞവൻ എന്നുള്ള ഒരു ചിന്താഗതി സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു സമൂഹത്തിന്റെ ഔന്നത്യത്തിലേക്ക് എത്തുന്നവരാണ് എല്ലാവരും, സമന്മാരാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കുകയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ. നമ്മൾ കോമൺ ബാലൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. തുലാസിന്റെ ഏതെങ്കിലും ഒരു ഒറ്റം താഴ്ന്നു പോയാൽ നമ്മളത് ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുക, അതിനെ തുലിതമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിന്റെ ഏത് ഭാഗത്താണ് തുലനാവസ്ഥ നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ സന്തുലിതമാക്കുന്ന ദൗത്യം ദർശന വളരെ മനോഹരമായി നടന്നു. സമൂഹത്തിന്റെ ഏത് ഭാഗത്തിലാണ് ഒഴിഞ്ഞു പോകുന്നവർ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹത്തിൽ അവരും തുലനാവസ്ഥയിൽ എത്തേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി അവരെ തോളിൽ കൈവച്ചുകൊണ്ട് തോളമനച്ഛനും കൂട്ടരും ചെയ്യുന്ന ഈ മഹത്തായ സംരംഭം ഇനിയും സമുന്നതമായ രീതിയിൽ നടക്കട്ടെ. മാത്രമല്ല ഇതിലെ അംഗങ്ങൾ ഊർജ്ജസ്വലതയോടെ ഓരോ കാറ്റഗറിയാണെങ്കിൽ പോലും അവരെല്ലാവരും നല്ല രീതിയിൽ ഇതിന്റെ ഉപഭോക്താക്കളാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അവരും സമൂഹത്തിലെ ഉന്നതത്തിലേക്ക് എത്തപ്പെടുവാൻ അവരുടെ ചവിട്ടുപടികളാവുന്ന പലരുടെയും പ്രവർത്തനങ്ങളും അതിനെയും ബഹുമാനപൂർവം ഞാൻ കാണും. ആ ശക്തി പ്രത്യേകിച്ച് നമ്മുടെ ദൈവം നൽകുന്ന മനോഹരമായ നമ്മുടെ കഴിവുകൾ എത്രയോ മനോഹരമായി പാടുന്നവരുണ്ട് നിങ്ങളുടെ, എത്രയോ മനോഹരമായി ഉപകരണങ്ങൾ വായിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കായികമായ വിനോദങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഫുട്ബോള്, ക്രിക്കറ്റ്, നീന്തുന്നവര്, ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളവരാണ്. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരുടെ കരങ്ങൾ സർവേശ്വരൻ ബലപ്പെടുത്തട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു ഡെന്നീജ. അച്ഛൻ്റെ വിലപ്പെട്ട സമയം നിങ്ങൾ സംസാരിച്ചതിന് താങ്ക് യു. അടുത്തയായി മുഖ്യ അതിഥിയായിരിക്കുന്നത് ശ്രീ ജോൺ ഡേവിസ് ആണ്. ബി മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇന്ത്യയിലും വിദേശത്തും പെർഫെക്റ്റ് സ്റ്റാർട്ട് എഡ്യൂക്കേഷണൽ സൊല്യൂഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ, EH അക്കാദമി ആൻഡ് എഞ്ചിനീയേഴ്സ് ഹൗസിന്റെ ഡയറക്ടർ, ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റും കൗൺസിലറും ശ്രീ ജോൺ ഡേവിസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. സാർ സ്ക്രീൻ കാണാം. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ദർശന ക്ലബിന്റെ 224 സ്നേഹ സംഗമത്തിൽ എന്നെ പങ്കെടുപ്പിക്കാനും എനിക്ക് വന്നു ചേരാനും ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ സോളമൻ അച്ഛനും പിന്നെയുള്ള നമ്മുടെ ദർശന ടീമിന്റെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ഫാദർ ഡെന്നി ജോൺ, അതേപോലെ തന്നെ ഫാദർ സോളമൻ കടമ്പപ്പുറം, പിന്നെ സി സുധാകരൻ സാറ്, അതേപോലെ കുമാരി രതി ബാലൻ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതേപോലെ എൻ്റെ കൂടെ ഇപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരു 52 പേര് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്ര സജീവമായിട്ട് എല്ലാവരും ഇത്ര ക്ഷമയോടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കേൾക്കാൻ ഇരുന്നതിന് എല്ലാവർക്കും സ്വാഗതം ചെയ്യണമെന്നൊന്നുകൂടിയും. അതുപോലെ നമ്മുടെ ഈ ദർശന ഫൗണ്ടേഷൻ മീൻസ് സൊസൈറ്റി ഇത്രയും മനോഹരമായി എല്ലാവരും ഏകീകരിച്ച് ഒരു ഐക്യത്തോടെ ഒരു കുടുംബം പോലെ ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും അതുപോലെ ഓരോരുത്തരുടെ കഴിവുകളും മുന്നിൽ കാണിച്ചുകൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഓരോരുത്തർക്കും ഓരോ
കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് ദർശന ക്ലബ്ബ് അത് ഒരുക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മുന്നേ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിയിട്ടാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ കഴിവ് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരും പൂർണ്ണതയുള്ളവരല്ല, എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ഹാർഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനൊരു റിസൾട്ട് എന്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആരും നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതുകൂടെ മുന്നേറി പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിസ്പായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മേലെ എനിക്ക് കൂടുതൽ പറയാനുള്ള ഞാനും ആ ഒരു സെഷൻ തന്നെയാണ് വിചാരിച്ചത്. അത് കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആശംസകൾ ഞാൻ നേരുന്നു. താങ്ക് യു. താങ്ക് യു ജോൺ സാർ. സാറ് ഇത്ര നൽകുന്ന സമയത്ത് തിരക്കുണ്ടായിരുന്ന ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ചതിന് ഒത്തിരി താങ്ക് യു. ഓക്കെ. അടുത്തതായി ആശയത്തെ പറയുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ വെള്ളാടി ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ ശ്രീ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറ് പറ്റുന്നത് ശ്രീ കേൾക്കാം. ഈ യോഗത്തിന്റെ ബഹുമാന്യ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഏറെ ബഹുമാന്യരും ആദരണീയമായ അച്ഛന്മാർ, മറ്റ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മഹൽ വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ണൂർ ജില്ലയിൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ 20ാം വാർഡ് മെമ്പർ ആണ്. എനിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കി തന്നതിന് സംഘാടകരോട് ഹൃദയത്തോട് നന്ദി പറയുകയാണ്. കാരണം എൻ്റെ റിപ്പോർട്ടിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് വളരെയധികം ബഹുമാനവും നന്ദിയും ഒക്കെ തോന്നുകയാണ്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ചുറ്റോടുകൂടി നടത്തുന്ന ഒരു ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം നമുക്കേറെ സന്തോഷകരമാണ്. കാരണം ഭിന്നശേഷിയിലുള്ള കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ വളർത്തി എടുക്കുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഞാൻ നിങ്ങളിലൂടെ കണ്ടത്. വളരെ നമുക്ക് ശ്രദ്ധേയമാണ്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ക്ലബിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് അത് മതിയാകില്ല. ഈ മീറ്റിങ്ങിൽ തന്നെ ഇതിന് എനിക്ക് മുന്നേ സംസാരിച്ച ബഹുമാന്യരായ പലരും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സന്തോഷം തോന്നിയാണ്. വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ പരിപാടികൾ, ചാരിറ്റി പ്രവർത്തനവും അതുപോലെ തന്നെയുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമകളാണ് ഇതിന്റെ സംഘാടകർ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് അധികം പറയുന്നത് ശരിയല്ല. എനിക്കൊരാശംസക്കുള്ള അനുവാദമാണ് അവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എൻ്റെ നച്ചികേത് പ്രശാന്ത് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ കുട്ടി വളരെ നല്ല കഴിവുള്ള കുട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് ആ കുട്ടിക്ക് പ്രത്യേക അനുമോദനം നമ്മൾ കൊടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലെയുള്ള കുട്ടികൾ, നച്ചികേതിനെ പോലെയുള്ള കുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ കുട്ടികൾക്കെല്ലാം ഉയരത്തിലെത്തുവാൻ സർവശക്തൻ ആക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ പഞ്ചായത്തിന്റെ പേരിലും എൻ്റെ വാർഡിന്റെ പേരിലും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. സാറിന്റെ യാത്രയിലാണ് വന്നു. തിരക്കിനിടയ്ക്കും സാറ് ഇവിടെ കയറി ആശംസ പറയുന്നതിന് ഒത്തിരി താങ്ക് യു. അടുത്തായി ആശംസ പറയുന്നത് നൂറെ ഗ്രൂപ്പ് അംഗവും നമ്മുടെ എല്ലാം പ്രിയങ്കരിയ രതി ചേച്ചിയാണ്. രജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രജി എല്ലാ മത്സരത്തിലും സമ്മാനം പ്രതീക്ഷിക്കാതെ രജി പങ്കെടുക്കും. വളരെ ആത്മാർത്ഥമായിട്ട് രജി നമ്മളെല്ലാ ഗ്രൂപ്പിലും പങ്കെടുത്ത് എല്ലാ മത്സരത്തിലും പങ്കെടുക്കും. രജി ഏറ്റവും സ്നേഹത്തോടെ ആശംസ പറയുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. രജി വെൽക്കം അത്രയും. നമസ്കാരം, ഞാൻ രതി ബാലൻ. എല്ലാമായ ഫാദർ സോൾമൻ അച്ഛനും എല്ലാ കൂട്ടുകാർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരിടുന്നു. എന്നെ ഈ ആശംസകൾ പറയാൻ വിളിച്ചത് ലിനിയാണ്. എനിക്ക് വളരെ സന്തോഷം.
വർഷമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാറില്ല. ഞാൻ 4 ചുവരിന്റെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്താ വെച്ചാ എന്റെ അച്ഛൻ എന്നെ പുറത്തേക്ക് പോവാനായിട്ട് സമ്മതിക്കില്ല. അത് സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ വെച്ചാ എന്നെ കാണുമ്പോ എല്ലാവരും സഹതാപത്തോടു കൂടി നോക്കുന്നാണ് എന്റെ അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ എന്റെ ഒരു സ്ഥലത്തേക്കും വിടില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഇതാവണത്. പിന്നെ ഒരു 5-10 വയസ്സ് വരെ ഞാൻ പുറത്തേക്ക് എന്റെ അമ്മ എന്നെ എടുത്ത് കൊണ്ടുപോണ സമയം വരെ പോയിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛൻ എന്നെ ഒരു സ്ഥലത്തേക്ക് വിടില്ല. അപ്പോ എനിക്ക് ഈ ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് എനിക്ക് 4 പേരെ കാണാനും ഒരു പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ ഈ ദർശന ക്ലബിനും എല്ലാ കൂട്ടുകാർക്കും ഞാൻ സ്നേഹത്തോടു കൂടി ആശംസകൾ നേരുന്നു. പിന്നെ പറയാന്ന് വെച്ചാൽ ഇന്ന് കാര്യപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുറത്തുനിന്ന് വന്ന വിശിഷ്ട അതിഥികൾക്കും ഞാൻ എന്റെ ഹൃദയപൂർവ്വം ആശംസകൾ നേരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ എനിക്ക് 6ാം മാസത്തില് പോളിയോ ബാധിച്ചതാണ്. അതൊരു പനി പോളിയോ തന്നിട്ട് അവര് പനിയുടെ മരുന്ന് തന്നില്ല. അപ്പോ രാത്രിയായപ്പോൾ എനിക്ക് നല്ല പനിയായിരുന്നു. എന്റെ അമ്മ വീട്ടിലായിരുന്നു ഞാൻ. അന്നൊക്കെ അമ്മ വീട്ടിലാണല്ലോ എല്ലാവരും ഈ ഹിന്ദുക്കളുടെ ഇത് അങ്ങനെയായിരുന്നു. എനിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതാ. രാത്രിയായപ്പോ നല്ല പനിയായിരുന്നു. നേരം വെളിച്ചായപ്പോ ഒരു അനക്കമില്ല. എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ഒരു കാര്യമില്ല, നിങ്ങള് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പല ഹോസ്പിറ്റലുകളിൽ എന്നെ കൊണ്ടുപോയി. ഒരു രക്ഷയില്ല. എന്നിട്ട് കുറെ പൈസ എന്റെ അച്ഛൻ ചെലവാക്കിയിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. അപ്പോ എന്റെ അച്ഛൻ എപ്പോഴും എന്റെ കൂടെയുണ്ട്. എന്റെ അമ്മ മരിച്ചുപോയി 4 വർഷമായി. എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ എന്റെ അമ്മ എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ നോക്കിയിരുന്നതാണ്. പെട്ടെന്ന് എന്റെ അമ്മയ്ക്ക് ഒരു വേദന വന്നു. എന്റെ അമ്മ വീട്ടിലിരിപ്പായി. അങ്ങനെ ഇരിക്കെ കോവിഡ് വന്ന് എന്റെ അമ്മേനെ തട്ടിക്കൊണ്ടുപോയി. അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എന്റെ അമ്മേനെ ഒരു നോക്ക് പോലും ഞങ്ങൾക്ക് കാണുവാനോ അമ്മയുടെ അടുത്തിരിക്കാനോ പോലും ദൈവം സാധിച്ചു തന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ തന്നെ എന്റെ അമ്മേനെ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടായത്. അത് ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നുപെട്ടത്. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആൻസിമോളാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്. ആൻസിമോൾ എന്റെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന് ഇവിടുത്തെ ഇതുകളൊക്കെ കണ്ടപ്പോ എനിക്ക് ശരിക്കും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് പോയി. എന്നിട്ട് പിന്നെ എന്റെ ഫോൺ ശരിയല്ലായിരുന്നു. 2ാമത് ഫോൺ വാങ്ങിയപ്പോ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നു. അന്നൊക്കെ പാട്ട് മത്സരമായിരുന്നു. എനിക്ക് പക്ഷെ ഒരു അക്ഷരം പാടാൻ അറിയില്ലായിരുന്നു. എന്നാലും എനിക്ക് പറ്റാവണോളം ഞാൻ പാടി. അങ്ങനെ പാടി പ്രോഗ്രാമൊന്നും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. മാസത്തിൽ 100 മാർക്ക് 50 മാർക്കൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. എല്ലാവർക്കും നിറച്ച് മാർക്ക് കിട്ടുമ്പോ എനിക്ക് മാത്രം ഇത്ര മാർക്ക് കിട്ടുമ്പോ എനിക്ക് വിഷമം തോന്നിയിരുന്നു. ഞാൻ അങ്ങനെ പഠിച്ച് എനിക്കിപ്പോ എല്ലാ മാസത്തിലും 100 രൂപ എനിക്ക് എന്നും സമ്മാനമായിട്ട് കിട്ടാറുണ്ട്. അതെനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ എല്ലാ മാസത്തിലും പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ ഞാൻ പങ്കെടുക്കും. ഞാൻ സമ്മാനം ഒന്നും പ്രതീക്ഷിക്കാറില്ല. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷം. നമുക്ക് പുറത്ത് പോയിട്ട് ഒരു പ്രോഗ്രാമും അവതരിപ്പിക്കാനുള്ള ഇത് നമുക്കില്ലല്ലോ. അപ്പൊ നമ്മളത് അവതരിപ്പിക്കും. ചിലപ്പോ നന്നാവും, ചിലപ്പോ നന്നാവില്ല. ഞാൻ അതൊന്നും ആലോചിക്കാറില്ല. എനിക്ക് പറ്റാത്ത പോലെ ഞാൻ ചെയ്യും. ഞാൻ തന്നെയാണ് സ്വയം ചെയ്യാം. പറ്റാത്തത് ഞാൻ ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ 2 വീഡിയോ ഒക്കെ പിടിച്ച് തരേണ്ടി വന്ന എന്റെ അനിയത്തി എനിക്ക് സഹായിച്ചു തരും. അവർക്കും നേരെയില്ല. അപ്പൊ എന്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ അനിയത്തി രാവിലെ പോവും. കുട്ടികളാണെങ്കിൽ അപ്പോ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. പകലും മുഴുവനും ഈ വീടിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും പങ്കെടുക്കും. പിന്നെ എനിക്ക് അച്ഛനുണ്ട്, 87 വയസ്സായി. പിന്നെ 2 അനുജത്തിമാരുണ്ട്. അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. അവർക്ക് 2 മക്കളുണ്ട്. 2 അനിയത്തിമാരുടെ മൂത്ത മക്കൾക്ക് ജോലിയായി. അങ്ങനെയൊക്കെയാണ്. ഞാൻ താഴെയുള്ള അനുജത്തിയുടെ കൂടിയാണ് താമസിക്കുന്നത്. അനുജത്തി എന്റെ വീട്ടിലാട്ടോ
താമസിക്കണം. ഞാനും എൻ്റെ അച്ഛനും അനുജത്തിയും കൂടിയിട്ട് താമസിക്കുന്നു. അതൊക്കെയാണ് എൻ്റെ ജീവിത കഥകള്. പിന്നെ എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മൾ ഈ ജസ്ന ക്ലബിന്റെ എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കണം. നമുക്ക് പുറത്തു പോയിട്ട് ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും നമ്മുടെ കഴിവിനനുസരിച്ച്, ചിലവരുടെ നന്നാവും ചിലവരുടെ നന്നാവില്ല, അതൊന്നും നമുക്ക് ചിന്തിക്കണ്ട. നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്യാം. അപ്പൊ എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക. നമ്മൾ മടിയൊന്നും വിചാരിക്കണം. നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനൽ വരാന്ന് പറഞ്ഞൊരു സന്തോഷല്ലേ. നമുക്ക് തന്നെയായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റില്ല. നമ്മൾക്ക് ഒരു വീഡിയോ പിടിച്ച് ഒരു പാട്ട് പാടി അയച്ചു കൊടുത്ത പിന്നുള്ളതൊക്കെ അവര് ചെയ്യൂലോ. അപ്പൊ നമ്മള് 4 പേര് കാണാനും 4 പേരുടെ ഇത് അറിയാനും യൂട്യൂബ് ചാനൽ വരുമ്പോ നല്ല സന്തോഷാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ പരിപാടിയിലും ഒന്നും മടിക്കാതെ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഇത് ക്ലബിന്റെ എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ എല്ലാമായ സോൾമാൻ അച്ഛനും എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം ആശംസകൾ നേരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈനയ്ക്കും ഈ രചന ക്ലബിലെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒന്നും കൂടി എൻ്റെ ഹൃദയപൂർവ്വം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ചേച്ചി വളരെ മനോഹരമായിട്ട് ചേച്ചിയുടെ ജീവിതം പറഞ്ഞു. അമ്മ മരിച്ച കാര്യം എല്ലാം വളരെ മനോഹരമായിട്ട് പറഞ്ഞു. താങ്ക് യു. എല്ലാവരും ചേച്ചി വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ചേച്ചിയെ കുറിച്ച് പറയാം. ചേച്ചി ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ചേച്ചി ഓടി വന്ന് ലിജോയെ ക്ഷമിക്കും കേട്ടോ, ഇന്ന് പോയാൽ വന്നില്ല, എനിക്ക് ഒത്തിരി പണിയുണ്ടായിരുന്നു. ചേച്ചിയുടെ വാക്കെല്ലാം സത്യസന്ധമാണ്. താങ്ക് യു. പക്ഷേ നന്ദി പറയുന്നതിന് വേണ്ടി കുമാരി ഉമ്മു പുനമുച്ചിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉമ്മു, വെൽക്കം സ്ക്രീൻ. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. 224ാമത് സ്നേഹസംഗമത്തിന് നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷ പദം അലങ്കരിച്ച ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറും റവർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഉദ്ഘാടന കർമ്മം ഏറ്റവും മനോഹരമായി നിർവഹിച്ച റബർ ഫാദർ ഡെന്നി ജോൺ താലോക്കാരൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായി നമ്മളോടൊപ്പം ഇന്ന് ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്ന ശ്രീ ജോൺ ഡേവിസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആശംസകൾ പറയാൻ എത്തിച്ചേർന്ന ശ്രീ സുധാകരൻ സാറിനും കുമാരി രതി ബാലൻ പുത്തൂരിനെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ വളരെ ഭക്തിയോടെ പ്രാർത്ഥന ഗാനം ആലപിച്ച ശ്രീമതി ജെസ്സി ജെയ്സൺ, വളരെ മനോഹരമായി അവതരണം നടത്തിയ ലിജോ കോഴിക്കോട്, ഹൃദ്യമായി സ്വാഗതം പറഞ്ഞ ശ്രീ ജെയ്സൺ കൊരട്ടിയെയും വളരെ വ്യക്തമായി റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസേട്ടൻ കൊരട്ടി എന്നിവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. 224ാം സംഗമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്ന ദർശന ക്ലബ്ബ് ഭാരവാഹികളെയും ദർശനയിലെ എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഉമ്മു കൂനമുച്ചി. താങ്ക് യു ഉമ്മു. എല്ലാവർക്കും വളരെ മനോഹരമായി നന്ദി പറഞ്ഞു. താങ്ക് യു. അപ്പോ നമ്മൾ 224 ഈ സ്നേഹസംഗമം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.